ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കാടിൻ്റെ ഉള്ളിൽ നിന്നാണ് ഗൈസ് ഇൻട്രോ. കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഇൻട്രോ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ തുടങ്ങുകയാണ്. മോനെ അടാറ് സ്ഥലമാണ്, വെള്ളച്ചാട്ടം, ഫോറസ്റ്റ്, മഴ, മോനെ അന്തസ്. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. നമ്മളിപ്പോൾ വയനാട്ടിലേക്ക് പോണ വഴി നമ്മൾ തുഷാരഗിരി വാട്ടർഫോൾസിലേക്ക് കയറിയതാണ് ഗൈസ്. ഒരു രക്ഷയില്ല, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. അധികം ആൾക്കാരില്ല, കിടിലം മഴ പെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു അടിപൊളി എന്നൊക്കെ കാണിച്ചു തരാം. കണ്ടില്ലേ, നമ്മുടെ രഞ്ജേട്ടൻ അവിടെ ഒറ്റയ്ക്ക് ഏകാന്തനായി നിന്നിട്ട് ഫുള്ള് എൻജോയ് ചെയ്യാനുണ്ടല്ലേ വാട്ടർഫോൾസിനെ. മോനെ ചുറ്റും കണ്ടോട്ടോ, ഫുള്ള് കിടിലം പ്ലേസ്. ഒരു മനുഷ്യനില്ല, കിടു എന്ന് പറഞ്ഞാൽ കിട്ടും. അന്യായ ആംബിയൻസ് ആണ് ഗൈസ്. വെറും 40 റുപ്പീസേ ഉള്ളൂ ഒരാൾക്ക് ടിക്കറ്റിന്. ഓക്കെ, വയനാട് പോകുന്നവർ വെറുതെ മാനന്തവാടി ചുരം കയറി വെറുതെ ബോറടിച്ചിരിക്കാതെ നേരെ ഇങ്ങോട്ട് കയറിയാൽ മതി. വാട്ടർഫോൾസ് എന്താ രസം എങ്ങനെയുണ്ട്? ഫുൾ എക്സ്പീരിയൻസ് അല്ലേ? അടിപൊളി. എല്ലാവരും ഒരു ദിവസം ഇവിടെ വന്ന് എക്സ്പീരിയൻസ് നിങ്ങൾ ഫീൽ ചെയ്യണം. വെറുതെ വയനാട് പോയിട്ടതിന് പകരം അല്ലേ, ഗ്യാപ്പിൽ ഇറങ്ങുക, കിടിലം മുയലിറച്ചി കഴിക്കുക, താറാവിറച്ചി കഴിക്കുക, മഞ്ഞിറച്ചി കഴിക്കാം, അടിപൊളി എൻജോയ് ചെയ്യാം. കിടിലം പ്ലേസ് ആണ്. വൺ ഡേ ട്രിപ്പിന് നിങ്ങളുടെ എൻജോയ്മെന്റിന് ബെസ്റ്റ് ഒരു ഓപ്ഷനാണ്. അതെ, കിടിലം പോയി സെറ്റപ്പ് പ്ലേസ് ആണ്. നമ്മ വാട്ടർഫോൾസ് കണ്ടില്ലേ, കിടിലം എൻജോയ്മെന്റ് പ്ലേസ് ആണ് കേട്ടോ. മോനെ എന്താ ഫോഴ്സ് അറിയാം, അവിടെ തന്നെ തെറിക്കാണ് വെള്ളത്തിൽ നിന്ന്. സോ ഗൈസ്, വാട്ടർഫോൾസിന്റെ മുന്നിൽ നിന്നും ഞാൻ വീഡിയോ കട്ട് ചെയ്യുന്നു. അടുത്ത സർപ്രൈസ് വീണ്ടും നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ ഉണ്ട്. സോ വെയിറ്റ് ചെയ്യൂ, നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തിയിട്ട് വീണ്ടും കാണാം. സോ ഗൈസ്, നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ട്. അടിപൊളി വഴി കൂടെയുള്ള യാതി കാറ്റും മഴയും കൊണ്ടുള്ള മോനെ പൊളി സെറ്റപ്പാണ്. അടുത്ത ഡെസ്റ്റിനേഷൻ എത്തിയിട്ട് കാണാം ഗൈസ്. അടിപൊളി പ്ലേസ് കണ്ടില്ലേ, മോനെ മല, റൂട്ട്. നിങ്ങൾ വയനാട് പോകുമ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് കൂടി ഇങ്ങനെ ഒരു പ്ലേസുകൾ കണ്ടിട്ടുണ്ടോ? കിടിലം പ്ലേസ്. ആൾക്കാരുടെ വണ്ടിയൊക്കെ നിർത്തി വ്യൂ പോയിന്റ് കണ്ടോണ്ടിരിക്കുക കേട്ടോ. സോ ഗൈസ്, അപ്പോൾ ഈ റൂട്ട് പിടിച്ചോ. ഈ റൂട്ടിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ അതൊക്കെ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഗൈസ്. അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തിയത്. ദിസ് ഈസ് അവർ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. നമ്മളിവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. സോ ബ്രൂക്ക് സൈഡ് ചേട്ടാ സെറ്റല്ലേ? 2.5 മണിക്കൂർ ഓഫ് റോഡ് റണ്ണിങ് ഉണ്ട് ഇവിടെ. പൊളിയാണ് കേട്ടോ. ഞങ്ങൾ റൂമൊന്ന് കാണട്ടെ. 2.5 കിലോമീറ്റർ, സോറി 2 മണിക്കൂർ 2.5 കിലോമീറ്റർ. സോ നീ നടക്കാനുള്ള സ്ഥലം, നമ്മൾ റൂമിലേക്ക് പോകുന്ന സ്ഥലങ്ങളും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. മോനെ ഇങ്ങനെയാണ് നമ്മൾ റിസപ്ഷനിൽ നിന്ന് താഴത്തേക്കുള്ള സെറ്റപ്പ് കേട്ടോ. അടിപൊളിയാണ്. ശ്രദ്ധിച്ചിറങ്ങിയില്ലെങ്കിൽ പണി കിട്ടും. വഴുക്കലുണ്ട് ഐസ്, മഴ ആയതുകൊണ്ട്. നൈസാണ് കേട്ടോ, അടിപൊളി സ്ഥലമാണ്. നമ്മുടെ റൂമിലെത്തട്ടെ കേട്ടോ. നമുക്ക് കുറച്ച് താഴത്തേക്ക് നടക്കാണ്ട് റൂമിലേക്കാണ്. നമ്മുടെ റൂമിലേക്ക് പോകുന്നതിന് മുന്നുള്ള സെറ്റപ്പ് കേട്ടോ. ഒരു അരുവി ഇങ്ങനെ ഒഴുകി പോകണുണ്ടല്ലേ ഇവിടെ. ഇങ്ങനെ നൈസായിട്ട് റൂമുകൾ, ഇവിടെ അരുവി. മോനെ പ്രകൃതി രമണീയമായിട്ട് താമസിക്കാൻ ആൾക്കാർക്ക് താല്പര്യമുള്ളവർക്ക് നൈസായിട്ട് ഇങ്ങോട്ട് വരാം കേട്ടോ. അടിപൊളി സെറ്റപ്പായിരിക്കും. ജാങ്കോ സീനാണ്, നാച്ചുറൽ സെറ്റപ്പ്. കണ്ട കടന്നലിൻ്റെ കൂടാണ് വന്നത്, രക്ഷയില്ല. സുരഞ്ജു ശ്രീരാജൊക്കെ റൂമിലേക്ക് കയറുന്നുണ്ട് ഗൈസ്. ഇവിടെ കിടിലൻ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കളകളാരവും, അരുവിയുടെ കളകരാരവും അടിപൊളി റൂമും ഇവിടെ സെറ്റല്ലേ. താറാക്കളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ, ഒരു രക്ഷയില്ല. അവിടെ വെള്ളത്തിൻ്റെ നടുവിലുണ്ട് ഒരു ഊഞ്ഞാൽ സെറ്റപ്പാക്കി വെച്ചിരിക്കുന്നുണ്ടല്ലേ, ഒരു രക്ഷയില്ല മോനെ. അടിപൊളിയാണ്, സെറ്റപ്പാണ്. അതായത് പ്രകൃതിയോട് എൻജോയ് ചെയ്ത് ഇഴുകി ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു 1 നൈറ്റ് സ്റ്റേക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യും കേട്ടോ. ബ്രൂക്ക് സൈഡ് മോനൊക്കെ ഇടുവാണ്. ഇനി നമുക്ക് റൂം കണ്ടിട്ട് വരല്ലേ. അങ്ങനെ കയറി വന്ന് നമ്മളെ ഹെവി റൂമിലേക്ക് നമ്മൾ കിടക്കുകയാണ്. വിശാലമായൊരു റൂമാണ് ഗൈസ്. ഇതാണ് അടിപൊളി റൂം. ഇവിടെ സിംഗിൾ ബെഡ് സെപ്പറേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സെറ്റപ്പ് ആക്കി തന്നിട്ടുണ്ട്. ഇവിടെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ജാതി കുട്ടികൾക്കുള്ള സെറ്റപ്പൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നൈസാണ് ഗൈസ്. ഇതാണ് സിംഗിൾ ബെഡ് രഞ്ജേട്ടൻ പൊക്കിയിട്ട് നൈസ് ബാത്റൂമാണ് ഗൈസ്. ബാത്റൂം കൊള്ളാം, അടിപൊളിയാണ് സെറ്റപ്പ്. ഒരു വിശാലമായ റൂം കേട്ടോ, വേറെ പാർട്ടീഷനും കാര്യങ്ങളൊന്നുമില്ല. അടിപൊളി വിശാലമായ റൂം. നമുക്ക് 1 നൈറ്റ് സ്റ്റേക്ക് ധാരാളം. റൂമിൻ്റെ മുന്നിൽ നൈസ് ഇങ്ങനെ താറാക്കൾ ഇങ്ങനെ മൂടി നടക്കുന്നു. ഇവിടെ ഇരിക്കുന്ന സെറ്റപ്പ് നൈസ് നാച്ചുറാലിറ്റിയാണ്, ഫുള്ള് നാച്ചുറാലിറ്റിയാണ് ഗൈസ്. സെറ്റപ്പാണ്. ഒരു കിഡിലെ മരം നൈസായിട്ടുണ്ട്.
ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. നേരം ഏകദേശം 6:30 മണിയായിട്ടുള്ളൂ കേട്ടോ. ഫുള്ള് ഇരുട്ടായി. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കണം. ഫുള്ള് ഫോറസ്റ്റിൽ നിന്ന് ചീവീടുകളുടെ സൗണ്ട്, മഴത്തുള്ളികളിങ്ങനെ വീണണ്ട. ചാതി മഴയും അങ്ങനെ വേറെ ലെവൽ വൈബാണ് കേട്ടോ. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഈവനിങ് വൈബ് ഒന്ന് കാണിച്ചു തരാം. രക്ഷയില്ലാത്ത സൗണ്ടാണ് ഗൈസ്. നമ്മൾ റൂമിൽ നിന്ന് നേരെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാലേ ഡയറക്റ്റ് ആ ഫോറസ്റ്റിന് മുന്നിലേക്ക് പോകുന്നു. അരുവികൾ ഇങ്ങനെ ഒഴുകുന്നു. ഫുൾ ചീവീടിൻ്റെ സൗണ്ടും. മോനെ ഒരു ചായയും കുടിച്ച് ഒരു പഴംപൊരിയും കഴിച്ച് ഇങ്ങനെ ഇരിക്കാൻ പറഞ്ഞിട്ട് പഴംപൊരിയും ചായ ഓർഡർ ചെയ്തിട്ടുണ്ട്. അടുത്തെത്തും. വാവ്, ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പൊളിയല്ലേ, പൊളി വൈബല്ലേ, ഒരു രക്ഷയില്ലല്ലേ. നാച്ചുറൽ വെതറിലിങ്ങനെ എൻജോയ് ചെയ്യണമെങ്കിൽ മഴയും ഈ സെറ്റപ്പ് ഇങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഗൈസ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ മോർണിംഗ് ആയിട്ടുണ്ട്. നമ്മളൊരു കിടിലൻ കാഴ്ച കാണിച്ചു തരാം കേട്ടോ. ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. ചായ കുടിക്കാനായിട്ട് നമ്മളിങ്ങനെ ഇറങ്ങിയപ്പോൾ നമ്മളൊരു ചെങ്ങായി ഇതൊക്കെ നമ്മുടെ റൂമിൻ്റെ മുന്നിൽ ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനെ ആക്രമിക്കുകയോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല. അടിപൊളി. ഒന്നൊന്നല്ല ഗൈസ്, കുറേ സാധനങ്ങളുണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു താറാവുണ്ട് ഇവിടെ നമ്മളെ റൂമിൻ്റെ മുന്നിൽ. ഇതാണ് നമ്മളെ നാച്ചുറൽ തിങ്സ് എന്ന് പറയാൻ കാരണം. ഞാൻ ഇന്നലെ തന്നെ കണ്ടില്ലേ, വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ കുറയ്ക്കാൻ നോക്കി നിന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ചായ കുടിക്കാം ഗൈസ്. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ കാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് കോലം നോക്കട്ടെ. കിടിലൻ വെള്ളച്ചാട്ടങ്ങൾക്കുള്ളിൽ നമ്മൾ എൻജോയ് ചെയ്ത് എന്താ വെള്ളം നോക്കിയ ഗൈസ്. ആഹാ, സാധനം നല്ല ശുദ്ധമായ വെള്ളം, ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്. നല്ല അത്യാവശ്യം നല്ല ഫ്ലോയും ഉണ്ട്. ഉണ്ടല്ലേ, എൻജോയ്ട്ടൻ റെഡിയാണ് ഇവിടെ ഇറങ്ങാനായിട്ട്. ജമ്പിങ് പൂളിന് പകരം ഞങ്ങൾ ഇവിടെ എൻജോയ് ചെയ്യാന്ന് വെച്ച്. രാവിലെ തന്നെ പഴംപൊരിയാണ് ഗൈസ്. പഴംപൊരി, ചട്നി, ഇഡ്ഡലി, വട, സാമ്പാർ, ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. സോസേജ്, അങ്ങനെ നമ്മൾ അബാദിനോട് വിട പറഞ്ഞ് ചെക്കൗട്ട് ചെയ്യാണ്. അടുത്ത ഡെസ്റ്റിനേഷനിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. കിടിലൻ ക്ലൈമറ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വെതർ രക്ഷയില്ല, അന്യായ വെതറാണ്. ഫുൾ ടൈം മഴയാണ് സ്ഥലം. ലക്കിടി ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് ഫുൾ ടൈം മഴയാണ് ഇവിടെ. സോ അങ്ങനെ നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ടീംസ്. അങ്ങനെ നമ്മൾ ബ്രൂക്ക് സൈഡിനോട് വിട പറഞ്ഞ് യാത്ര തിരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്കൊരു 2.5 കിലോമീറ്റർ ഒരു കിടലൻ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. അതിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നമ്മൾ തിരിച്ചു വന്നപ്പോൾ ഉണ്ടായിരുന്നു ഇന്നലെ ഭയങ്കര റെയിനും കാര്യങ്ങളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് മഴ അങ്ങനെ വരാൻ പോകുന്നുണ്ട്, പക്ഷെ കുല്ലക്കം രക്ഷയുണ്ടാവില്ല. പക്ഷേ മഴ പെയ്തിട്ടില്ല. സോ അതുകൊണ്ട് നമുക്ക് കുറച്ച് ഭാഗങ്ങൾ ഓഫ് റോഡ് കിടലനായിട്ട് കോട കയറുന്നത് കണ്ടില്ലേ. നല്ല അടിപൊളിയായിട്ട് കോട കയറി വരുന്നുണ്ട് കേട്ടോ. മഴ പെയ്ത ഒക്കെ മാറിക്കിട്ടും, ഇല്ലെങ്കിൽ പൊളിയായിരിക്കും. മോനെ റോഡ് കണ്ടില്ല, രക്ഷയില്ല. 2.5 കിലോമീറ്റർ നമ്മൾ ഇങ്ങനെ പോയാലേ ഇനി മെയിൻ റോഡിലേക്ക് എത്തുള്ളൂ കേട്ടോ. കാടിന്റെ നടുവ് കൂടെ അടിച്ച് പോകട്ടോ ഓഫ് റോഡ് പരിപാടി. മോനെ ഡെയിലിന്റെ കറങ്ങുന്ന നമ്മുടെ രണ്ട് സൈഡിലും കാടുകൾ. അടിപൊളി ഓഫ് റോഡ്, ഒരു രക്ഷയില്ല. എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. ഒരു സൈഡില് കൊക്ക, പുറത്ത് വന്ന നാരോ റോഡ്,
നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ജീപ്പ് റേഞ്ച് സാധനം ഓഫ് റോഡ് പരിപാടി കഴിഞ്ഞ് നമ്മൾ അങ്ങനെ മെയിൻ റോഡിലേക്ക് ചാടാൻ പോവാണ് ഗൈസ്. ഇപ്പൊ മെയിൻ റോഡിലെത്തും. നൈസായിട്ട് ഈ ടേണും കൂടെ തിരിഞ്ഞാൽ നമ്മൾ നേരെ ചെല്ലുന്നത് മെയിൻ റോഡിലേക്കാണ് ഗൈസ്. യെസ്, അങ്ങനെ നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തി. ഇനി നമ്മൾ നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് വെച്ച് പിടിക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനായ പൂക്കോട് ലേക്കിൽ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കാണ്. 40 റുപ്പീസാണ് കേട്ടോ അഡൾട്ടിന് ടിക്കറ്റ് റേറ്റ് വരുന്നത്. കുട്ടികൾക്ക് 5 വയസ്സ് മുതൽ 12 വയസ്സുള്ളവർക്ക് 30, മുതിർന്ന ആൾക്കാർക്ക് 20, അങ്ങനെയാണ് റേറ്റ് വരുന്നത്. ടിക്കറ്റ് എടുക്കണം. ബോട്ടിങ്ങിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ക്യാഷ് വേറെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് പൂക്കോട് ലേക്ക്. അത്യാവശ്യം നല്ല ബിസിയാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ട്രിപ്പിൻ്റെ അവസാന ഭാഗത്തേക്ക് കിടക്കാണ്. ലാസ്റ്റ് ഫുഡ് ഏരിയയിലേക്ക് കിടന്നു. സോ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബിരിയാണി കഴിക്കട്ടെ, എൻജോയ് ചെയ്യട്ടെ. ബൈ ബൈ ഗൈസ്.